ഹൈ സെൻസിറ്റിവിറ്റി സിആർപിയും ഹൃദ്രോഗം തമ്മിലുള്ള ബന്ധം എന്താണ്? പലരും ഇപ്പൊ ലാബിൽ ചെല്ലുമ്പോൾ തന്നെ ഈ ഹൈ സെൻസിറ്റിവിറ്റി സിആർപി ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ടുമായിട്ടാണ് ഡോക്ടറെ കാണാൻ വരുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ട്രെൻഡാണ്. എന്താണ് ഈ ഹൈ സെൻസിറ്റിവിറ്റി സിആർപി? ഹൈ സെൻസിറ്റിവിറ്റി സിആർപി എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ രക്തധമനികളിലുള്ള ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ചെറിയ നീർവീക്കം നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്നത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ടെസ്റ്റാണ് ഹൈ സെൻസിറ്റിവിറ്റി സിആർപി എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ സാധാരണ കൺവെൻഷണൽ റിസ്ക് ഫാക്ടേഴ്സ് അസസ് ചെയ്യുന്നതിന്റെ കൂടെ അതിനൊരു അഡീഷണൽ വാല്യൂം കൂടി നമുക്ക് ഈ ഒരു HSCRP അല്ലെങ്കിൽ ഹൈ സെൻസിറ്റിവിറ്റി സിആർപി എന്ന് പറഞ്ഞ ടെസ്റ്റ് നമുക്കൊരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഈ ഹൈ സെൻസിറ്റിവിറ്റി സിആർപി നമ്മൾ ബ്ലഡിൽ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 മില്ലിഗ്രാം പെർ ലിറ്റർ. ലെസ് ദാൻ 1 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് ഇതിന്റെ നോർമൽ വാല്യൂ. 1 to 3 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് ഒരു ബോർഡർ ലൈൻ ഹൈ വാല്യൂ എന്ന് പറയുന്നത്. മോർ ദാൻ 3 മില്ലിഗ്രാം പെർ ലിറ്റർ, 3 മില്ലിഗ്രാം പെർ ലിറ്ററിന് മേലെ HSCRPയുടെ വാല്യൂ ഉണ്ടെങ്കിൽ അത് ഹൈ വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഹെൽത്ത് കുറവാണെന്നും അതിൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, ലൈക്ക് ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് നമ്മുടെ രക്തധമനികളിൽ നടക്കുന്നുണ്ട്. അവിടെ രക്തധമനികളിൽ തടസ്സം ഉണ്ടാവാനുള്ള സാധ്യത, കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് നടക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് നമുക്ക് ഹൈ സെൻസിറ്റിവിറ്റി സിആർപി തരുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് നമുക്ക് HSCRP എന്ന് പറയുന്ന ടെസ്റ്റ് 3 മില്ലിഗ്രാം പെർ ലിറ്ററിന് മേലെ ഉണ്ടെങ്കിൽ നമ്മൾ ഫർദർ ഹാർട്ട് ചെക്കപ്പുകൾ ചെയ്യുകയും ഹൃദയത്തിന്റെ ഹെൽത്ത് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം മോഡിഫൈ ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് കൊളസ്ട്രോൾ ലെവൽസ് കുറച്ച് ഈ രക്തധമനികളുടെ ഹെൽത്ത് വീണ്ടും റീസ്റ്റോർ ചെയ്യാനായിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയും വേണ്ടി വന്നാൽ കൊളസ്ട്രോൾ ലോവറിംഗ് മരുന്നുകളിലൂടെയും നമ്മൾ ചെയ്യേണ്ടതാണ്.